വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ പാത്രമൊക്കെ കഴുകാനായിട്ട് അടുക്കളയിലേക്ക് വരുന്ന ശാലിനിയാണെങ്കിൽ ശ്യാമ അങ്ങ് വഴക്ക് പറയുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ്. കുഞ്ഞേച്ചിയെ കാണുമ്പോൾ വെട്ടും കുത്തും ഒക്കെ ആയിരുന്നല്ലോ, പിന്നെ എന്തിനാ സത്യാമ്മയ്ക്ക് ഇത്രയും സ്നേഹം ഇപ്പോൾ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ സംഭവമൊന്നും ഈ ശ്യാമ എന്തിനാ ഇന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് മനസ്സിലാകാതെ ഇങ്ങനെ ശാലിനി നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ശ്യാമയുടെ ആ മനസ്സിലിരിപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ മുമ്പൊരിക്കലാണെങ്കിൽ വിഷ്ണുവിനെയും ശാലിനിയെ ഒന്നിപ്പിക്കാനും കൂട്ടിക്കൊണ്ടുവരാനും ഒക്കെ ഒരുപാട് ശ്രമങ്ങൾ ശ്യാമ നടത്തിയതുമാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഇവർ ഒന്നിച്ചപ്പോൾ ശ്യാമ ഇങ്ങനെ പെരുമാറുന്നത് എന്താ എന്നൊക്കെ ആലോചിച്ച് ശാലിനി ആകെ വിഷമിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പിറ്റേന്ന് ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സത്യാമ്മ കൊടുക്കുമ്പോൾ രാഘവൻ നായരൊക്കെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു കളിയാക്കുന്നുണ്ട്, അമ്മയമ്മ മരുമോൾക്കുണ്ടാക്കിയ സ്പെഷ്യൽ ഐറ്റം ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ ശ്യാമയെ ദേഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് കുടുംബശ്രീ ഹോട്ടലിലേക്ക് ഒരാൾ വേലായുധൻ എന്നൊരാൾ വരുന്നതും അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. വൃത്തിയില്ലാത്ത രീതിക്കൊക്കെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ശാരദാമ്മയെ ശരിയൊക്കെ ഇങ്ങനെ ഒരു ഇഷ്ടമില്ലാതെ നോക്കിയിരിക്കുന്നുണ്ട്. അന്നേരം എന്നെ ഗോപാലകൃഷ്ണൻ അറിയാം, വേലായുധൻ എന്ന് പറഞ്ഞാൽ മതി, വിളിക്കൂ ഗോപാലകൃഷ്ണനെ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു അധികാര സ്വാതന്ത്ര്യത്തോടു കൂടിയൊക്കെയാണ് ഗോപാലകൃഷ്ണനെ പറ്റി സംസാരിക്കുന്നതും കടയിൽ കയറി ഇരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ. അപ്പോൾ പിന്നീട് ഗോപാലകൃഷ്ണൻ വരുമായിരിക്കും, ആ സീൻ കാണിക്കുന്നില്ല. അതിനുശേഷമാണെങ്കിൽ വിഷ്ണു ആണെങ്കിൽ ശാലിനിയും കൊണ്ട് കളക്ട്രേറ്റിൽ എത്തുന്നുണ്ട്. അന്നേരം കമലിൻ്റെ അവിടെ എത്തുന്നുണ്ട്. അന്നേരം വിഷ്ണുവിന് അകപ്പാടെ ഒരു വിഷമമൊക്കെ. അന്നേരം ജോലിയുണ്ട്, ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചു, പിന്നെന്താ സന്തോഷമില്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ കമലൻ ചോദിക്കുമ്പോൾ ജോലി മാത്രം മതിയോ, ജീവിതം കൂടി വേണ്ടേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ വിഷമിക്കുകയാണ്. അന്നേരം വിഷ്ണുവും ശാലിനിയും തമ്മിൽ ആ ഒരു അടുപ്പം പഴയതുപോലെ വരുന്നില്ല എന്ന് തോന്നുന്നു. സത്യാമ്മയൊക്കെ അടുത്തു, പക്ഷേ അവർ മക്കൾ കൂടി ഒന്നിച്ചില്ല. അങ്ങനെ ഒരു വിഷമം, എല്ലാം കൂടി വിഷ്ണുവിനൊരു വിഷമം കൂടി. അന്നേരം ആ ഒരു പഴയ ഒരു സ്നേഹം പോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് കമലിനാണെങ്കിൽ ഒരു പേപ്പർ എടുത്ത് കൊടുത്തിട്ട് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആശാൻ ഇതിലൊരു ഉഗ്രം ഒരു പ്രേമലേഖനം അങ്ങോട്ട് എഴുതിക്കുകയെന്ന് പറയുമ്പോൾ വിഷ്ണുവിന് ആദ്യം മനസ്സിലാവുന്നില്ല. പക്ഷേ കമലൻ നിർബന്ധിച്ച് എഴുതുന്നുണ്ട്. എന്നിട്ടത് ശാലിനിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അന്നേരം ശാലിനി ഇത് വായിക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ആ മനസ്സിലെ സ്നേഹം മുഴുവൻ വിഷ്ണു ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ശാലിനിയെ ക്യാബിനിലിരുന്ന് വായിക്കുകയാണ്. എന്നിട്ട് ശാലിനിയുടെ മുഖത്ത് ആകപ്പാടെ ഒരു ചിരി വരുന്നുണ്ട്. അത് കൊടുത്തിറങ്ങിയ ശേഷം വിഷ്ണുവിൻ്റെ മുഖത്ത് ഒരു സന്തോഷമൊക്കെയാണ്. അങ്ങനെയുള്ളൊരു സീനാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ വീണ്ടും ഇപ്പോൾ ശത്രുക്കളൊക്കെ ഒന്ന് അടങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും വീണ്ടും എല്ലാവരും ഒക്കെ ഇറങ്ങുകയും ശാലിനിയെയും പിന്നെ വിഷ്ണുവിനെയും തെറ്റിക്കാനും ഭാമയൊക്കെ തെറ്റിക്കാനും ഒക്കെ നോക്കുന്നതൊക്കെയാണ്. പിന്നാലെ പപ്പയുടെ കാര്യമൊക്കെ പുറത്ത് വരും. പിന്നീട് ആ നസീറിൻ്റെ കാര്യവും ഗോപാലകൃഷ്ണനും എല്ലാം കൂടി പുറത്ത് വരുന്ന സീനൊക്കെയാണ്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.